അല്ല, നിങ്ങൾ ഇങ്ങനെ ഇത് വരികൾ നിങ്ങളുടെ പദാവലികൾ ദയവായി എന്റെ നാവിലേക്ക് തിരികാതിരിക്കുക. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വ്യക്തമാക്കി എന്നാണ് ഞാൻ കരുതുന്നത്. ഇതിൽ കൂടുതൽ അതിൽ വിശദീകരിക്കുന്ന അർത്ഥമില്ല. മുഖ്യമന്ത്രി വളരെ കൃത്യമായിട്ട് നിലപാട് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് നാളെ ഇത്തരമൊരു വിൽപ്പന ഉണ്ടാവുകയാണെങ്കിൽ നിലവിൽ വരാൻ പോകുന്ന സെൽ ടാക്സ് എന്നാണ് അദ്ദേഹം നിയമസഭയ്ക്കുള്ളിൽ പ്രഖ്യാപിച്ചത്. വളരെ കൃത്യമാണ് ആ കാര്യത്തിലെ നിലപാട്. കേരളത്തിൽ മദ്യവിൽപ്പന, ഏത് തരത്തിലുള്ള മദ്യവിൽപ്പനയെ സംബന്ധിച്ചും അന്തിമ വാക്ക് പോളിസിയാണ്. ആ പോളിസി വന്നതിന് ശേഷം മാത്രമേ അത്തരം വിൽപ്പനയൊക്കെ സംബന്ധിക്കുന്ന അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ എന്ന് തന്നെയാണ് എനിക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. അതാണ് സർക്കാരിന്റെ നയമെന്നാണ് സംസ്ഥാന മുഖ്യമന്ത്രി കേരള നിയമസഭയിൽ പ്രഖ്യാപിച്ചത്. ഒരു യഥാർത്ഥത്തിൽ എങ്ങനെയാണ് കേരളത്തിൽ അതിന്റെ നാൾവഴികളൊക്കെ എല്ലാവർക്കും അറിയാം. ഞാൻ പറയട്ടെ, സംസ്ഥാനത്ത് ലോ ആൽക്കഹോളിക് ബിവറേജസ് എന്ന് പറയുന്ന ആശയം തന്നെ, സങ്കല്പം തന്നെ കൊണ്ടുവന്നത് 2022 LDF ഗവൺമെന്റിന്റെ അബ്കാരി നയമാണ്. അപ്പൊ അതിലെ പാരഗ്രാഫ് നമ്പർ 25 ഉദയഭാനു കമ്മീഷൻ റിപ്പോർട്ട് സൂചിപ്പിച്ചുകൊണ്ട് ലോ ആൽക്കഹോളിക് ബിവറേജസ് എന്നൊരു കാഴ്ചപ്പാട് കൊണ്ടുവന്നത്. അന്ന് 2023 ഇറങ്ങിയ ഗവൺമെന്റ് ജിയോ പ്രകാരം ലോ ആൽക്കഹോളിക് ബിവറേജസ് കേരള അബ്കാരി റൂൾസിനെ അമെന്റ് ചെയ്ത് സെക്ഷൻ 3A ഉൾപ്പെടുത്തി. സെക്ഷൻ 3A പ്രകാരമാണ് ലോ ആൽക്കഹോളിക് ബിവറേജസ് എന്ന് പറയുന്ന ഒരു ഫ്രേസ് തന്നെ കേരളത്തിൽ അബ്കാരി നിയമത്തിൽ വരുന്നത്. അതിനുശേഷം 2025 ഇറക്കിയ അടുത്ത നോട്ടിഫിക്കേഷനിലൂടെ, അപ്പോൾ ഈ ലോ ആൽക്കഹോളിക് ബിവറേജസിന്റെ വീര്യം 0.5 to 20 VV ആണ്. അതിനുശേഷം 2025 ജിയോയിലൂടെ 20% മുതൽ 30% വരെ വീര്യമുള്ള പുതിയൊരു മദ്യത്തിന്റെ സങ്കല്പം കൊണ്ടുവന്നു. അത് പഴങ്ങളിലൂടെ ഉൽപ്പാദിപ്പിക്കുന്നതാണ്, ഹോർട്ടി വൈൻസ് ആൻഡ് ഹോർട്ടി ലിക്വർ. ഇവിടെ ലോ ആൽക്കഹോളിക് ബിവറേജസുമായി ബന്ധപ്പെട്ട് വാർത്തകൾ ഉയർന്നു വന്നപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞത്, പഴങ്ങളിൽ നിന്നും ഈ മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരെ സഹായിക്കുന്ന ഒരു നയമാണെന്നാണ്. ഇവിടെ സെയിൽ ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉയർന്നു വന്നു. അത്തരം ഒരു വൈൻസിന്റെ കാര്യത്തിലാണോ? അത് 20 മുതൽ 30 ആണെങ്കിൽ ഇത് 0.5 മുതൽ 20 വരെയുള്ള ലോ ആൽക്കഹോളിക് ബിവറേജ് എന്ന പുതിയ ഒരു ഇംഗ്ലാണ്. അത് കൊണ്ടുവന്നത് തന്നെ LDF ആണ്. അതുമായി ബന്ധപ്പെട്ട നയങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഈ ഗവൺമെന്റ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വന്നപ്പോൾ, ബജറ്റ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണല്ലോ, ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ധനാഗമ മാർഗങ്ങളെക്കുറിച്ചുള്ള ഒരു പോർഷനിൽ സെയിൽ ടാക്സിൽ ഫിക്സ് ചെയ്തു. പക്ഷെ അത് സംബന്ധിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു അത് വിൽക്കാനുള്ളതല്ല. അത് സെയിൽ ടാക്സ് എന്ന് പറഞ്ഞാൽ നാളെ മദ്യനയം വന്ന് വിൽക്കുകയാണെങ്കിൽ ഉദ്ദേശിക്കുന്ന സ്ലാബ് ഇതാണ്. കാരണം LDFന്റെ സമയത്ത് അതിന്റെ ടാക്സ് 251% പുതിയ ഗവൺമെന്റ് വന്നപ്പോൾ അതിനെ നമ്മൾ കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ഫിക്സ് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ വിൽക്കാൻ തീരുമാനിച്ചിട്ടില്ല. വിൽക്കണമെന്നുണ്ടെങ്കിലൂടെ ഞാൻ പറഞ്ഞുതരാം. വിൽക്കണമെങ്കിൽ സംസ്ഥാനത്ത് ഒരു മദ്യോൽപ്പന്നം വിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ കസ്റ്റോഡിയൻ എന്നത് എക്സൈസ് കമ്മീഷണറാണ്. ഇവിടെ ഒരു നിയമമുണ്ട്, ദ രജിസ്ട്രേഷൻ ഓഫ് ബ്രാൻഡ്സ്. കേരളത്തിൽ രജിസ്ട്രേഷൻ ഓഫ് ബ്രാൻഡ് റൂൾസ് പ്രകാരം വിൽക്കണമെന്നാഗ്രഹിക്കുന്ന ഒരു കമ്പനി സംസ്ഥാന എക്സൈസ് കമ്മീഷണർക്ക് മുമ്പാകെ അപേക്ഷ നൽകി, ആ അപേക്ഷയിൽ പ്രകാരം എക്സൈസ് കമ്മീഷണർ ബ്രാൻഡ് രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രമേ ഇവിടെ എന്ത് നടക്കുകയുള്ളൂ? വിൽപ്പന നടക്കുകയുള്ളൂ. അതാണ് നിയമം. അങ്ങനെയല്ലേ കമ്മീഷണർ? അല്ല, ഞാൻ പറയട്ടെ, നിയമം അതല്ലേ? അപ്പൊ വിൽപ്പന നടക്കണമെങ്കിൽ എന്ത് നടക്കണം? വിൽപ്പന നടക്കണമെങ്കിൽ എക്സൈസ് കമ്മീഷണർക്ക് മുമ്പാകെ വന്ന് ബ്രാൻഡ് രജിസ്റ്റർ ചെയ്യപ്പെട്ടെങ്കിലേ പറ്റുള്ളൂ. അതാണ് സംസ്ഥാന എക്സൈസ് വകുപ്പ് മന്ത്രിയിൽ ഞാൻ പറഞ്ഞത്. സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ നിലപാട് വ്യക്തമാണ്. ഇവിടെ സംസ്ഥാന എക്സൈസിന് മുമ്പാകെ എക്സൈസ് നയം വരുന്നതിന് മുൻപ് അത്തരമൊരു ബ്രാൻഡ് രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ വന്നാൽ എക്സൈസ് വകുപ്പ് മന്ത്രി എന്ന നിലയിൽ തീർച്ചയായിട്ടും അത് റിജക്ട് ചെയ്യണമെന്ന് നിർദ്ദേശം നൽകാനുള്ള അവകാശം എനിക്കുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അത് തീർച്ചയായിട്ടും ആ അധികാരത്തിന് അത് സംസ്ഥാന എക്സൈസ് വകുപ്പ് മന്ത്രിക്കും സംസ്ഥാന എക്സൈസ് കമ്മീഷന് മുമ്പായി എടുക്കാവുന്ന തീരുമാനമാണ്. അതിന് കൃത്യമായ നിയമങ്ങളുണ്ട്. അതുദ്ദേശിച്ച് തന്നെയാണ് സംസ്ഥാന മുഖ്യമന്ത്രി കൃത്യമായിട്ട് പറഞ്ഞത്, ഇവിടെ അബ്കാരി പോളിസി വന്നതിന് ശേഷം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളുള്ളൂ. നാളെ പോളിസി വന്നാൽ അതൊരു ഡിബേറ്റബിൾ ആയ കാര്യം. ഇപ്പൊ എന്റെ നിലപാട് എന്താണെന്ന് ഞാൻ ഇവിടെ പരസ്യമായി പറയും. ഇപ്പൊ 2 തരത്തിൽ സമൂഹത്തിൽ ചർച്ചകൾ നടന്നേക്കാം. ഇത് കൊണ്ടുവരുന്നതാണെന്ന് പറയുന്ന ഉദയഭാനു കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്നവരുണ്ട്. അതല്ല, കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുമെന്ന് ചിന്തിക്കുന്നവരുടെ നിലപാടുണ്ടാവും. ഇപ്പൊ എന്റെ വ്യക്തിപരമായ നിലപാട് എന്താണെന്നുള്ളത് അതൊരു പോളിസിയിൽ പരസ്യമായി പറയേണ്ട ഒന്നല്ല.
അത് ഡിബേറ്റബിളായ കാര്യമാണ്. അതിന് എനിക്ക് എന്റെ നിലപാടുണ്ട്, വ്യക്തിപരമായ നിലപാടാണ്. പക്ഷെ ആ നിലപാടിനപ്പുറത്ത് UDF അത് ചർച്ചയിലൂടെ ഔദ്യോഗികമായ നയം തീരുമാനിക്കപ്പെടുമ്പോൾ മാത്രമേ ഈ പറഞ്ഞതിലെല്ലാം തന്നെ എന്തുള്ളൂ, പ്രസക്തിയുള്ളൂ. അതാണ് സംസ്ഥാന മുഖ്യമന്ത്രി വളരെ കൃത്യമായി വ്യക്തമാക്കിയത്. എന്റെ ആദ്യം മുതലുള്ള നിലപാടുകൾ, ഞാൻ പലപ്പോഴും പല കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ വളരെ കൃത്യമായ നിലപാട് ആ കാര്യത്തിലുണ്ട്. മദ്യനയം വന്നതിന് ശേഷം മാത്രമേ ഇത്തരം കാര്യത്തിൽ UDF ഒരു മുന്നണി അധികാരത്തിൽ വന്നു. ഇവിടെ ജനങ്ങൾക്ക് മുമ്പിൽ കൊടുത്ത വാഗ്ദാനങ്ങളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂട്ടായ ചർച്ചയിലൂടെ ഒരു പോളിസി പ്രഖ്യാപിക്കപ്പെടും. ആ പോളിസിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ തീരും. ഇത് വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളുടെ പ്രസക്തിക്ക് അപ്പുറത്ത് UDF എടുക്കുന്ന നിലപാട്, കോൺഗ്രസ് പാർട്ടിയുടേതായ നിലപാട്, ഇതൊക്കെയാണ് എന്നെ സ്വാധീനിക്കുന്നത് കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറഞ്ഞതിൽ എന്താ തെറ്റ്? അദ്ദേഹം പറഞ്ഞതിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു സമൂഹം, ഇതൊരു ജനാധിപത്യ സമൂഹമാണ്. ഒരു ജനാധിപത്യ സമൂഹത്തിൽ വ്യത്യസ്തമായ ആശയങ്ങൾ ഉയർന്നു വരും. അതിലൂടെയാണ് തീരുമാനം ഉണ്ടാകുന്നത്. ചിലപ്പോൾ ഒരു തീരുമാനം എത്തുമ്പോൾ ഡിസെന്റ് വിത്ത്, നമ്മൾ എഗ്രീഡ് വിത്ത് ഡിസെന്റ് നിലപ്പോൾ പറയാറുണ്ട് എന്നൊക്കെ പറയുന്നവരാണ് പല പോളിസികളെ സംബന്ധിക്കുന്നത്. ഇപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുന്നതിൽ എന്താണ് തെറ്റ്? അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. മുഖ്യമന്ത്രി വളരെ കൃത്യമായിട്ട് നിയമസഭയ്ക്ക് അത് പറഞ്ഞു, വിൽക്കാനുള്ള ഇതല്ല, ഇങ്ങനെയൊരു പോളിസി വരികയാണെന്നുണ്ടെങ്കിൽ വിൽക്കാനുള്ള സ്ലാബ് ഇതാണ് എന്ന് പറഞ്ഞു. അതൊരു ഭരണപരമായ തീരുമാനം എന്നുള്ളതേ ഉള്ളൂ. അല്ല, അത് വ്യക്തമല്ലേ? അത് നിയമസഭാ പ്രസംഗത്തിൽ തന്നെ വ്യക്തമാക്കുന്നതല്ലേ? GST സംസ്ഥാനത്ത് ഒരു GST സെയിൽ ടാക്സ് ഏർപ്പെടുത്തുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു ബജറ്റ് രഹസ്യമാണ്. സംസ്ഥാന മുഖ്യമന്ത്രി പ്രസംഗത്തിന് കേരളത്തിന്റെ ചരിത്രത്തിൽ ഏത് നികുതി ഏർപ്പെടുത്താൻ പോകുന്നത് എന്ന്, എത്ര ശതമാനം നികുതി ഏർപ്പെടുത്താൻ ഞാനൊന്ന് പറയട്ടെ, ഞാൻ പൂർത്തീകരിക്കട്ടെ, ദയവായി ഞാൻ പൂർത്തീകരിക്കട്ടെ. സംസ്ഥാനത്തൊരു ധനകാര്യമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഇത്ര ശതമാനമാണ് നികുതി ഏർപ്പെടുത്തുന്നത് എന്ന് ഏതെങ്കിലും വല്ല വകുപ്പ് മന്ത്രിമാരോടും പറയാറുണ്ടോ? അതിന്റെ ആവശ്യമുണ്ടോ? അതെന്താ മനസ്സിലാക്കാത്തത്? പക്ഷെ ഞാനിതിന്റെ എക്സിക്യൂഷൻ സൈഡിലേക്ക് പറഞ്ഞു. അപ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ അത്തരത്തിലൊരു വലിയ ചർച്ചയുടെ പ്രശ്നം. GST വകുപ്പിനെ സംബന്ധിച്ചും ധനവകുപ്പിനെ സംബന്ധിച്ചും വരുമാനം ലഭിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ ഇത് തമ്മിൽ കൂട്ടിക്കെട്ടണ്ട. വിൽപ്പന എന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യമാണ്. മറ്റേതൊരു ഫിനാൻഷ്യൽ ഡിസിഷനാണ്. അതും ഒരു പോളിസി ഡിസിഷൻ തമ്മിൽ കൂട്ടിക്കെട്ടണ്ട. അല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ വ്യക്തമാക്കി എന്നാണ് ഞാൻ കരുതുന്നത്. ഇതിൽ കൂടുതൽ അതിൽ വിശദീകരിക്കാൻ അർത്ഥമില്ല. അതല്ലേ പോളിസി? അല്ല, നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ പദാവലികൾ ദയവായി എന്റെ നാവിലേക്ക് തിരികാതിരിക്കുക. വിയോജിപ്പ് എന്ന് ഞാൻ പറഞ്ഞു എവിടെയെങ്കിലും, അത് നിങ്ങൾക്ക് ഊഹിക്കുന്ന കാര്യങ്ങൾ. ഞാൻ എന്റെ പൊസിഷൻ വളരെ കൃത്യമാണ്. കേരളത്തിൽ ഈ ഗവൺമെന്റിനെ, നിങ്ങൾ ആ LDF സർക്കാർ ഇറക്കിയിരിക്കുന്ന നോട്ടിഫിക്കേഷൻ വായിക്കണം. ഓൺ ദി ബേസിസ് ഓഫ് അബ്കാരി പോളിസി 2022 വി ആർ ഇഷ്യൂയിങ് ദിസ് നോട്ടിഫിക്കേഷൻ എന്നാണ് 20 മുതലേ നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ പോളിസി എന്ന് പറഞ്ഞാൽ ലോ ആൽക്കോളിക് ബ്യൂറേസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതേ കാര്യം മെൻഷൻ ചെയ്തിട്ടാണ് ഹോട്ടി ലിക്കറും ഹോട്ടി വൈൻസും പറയുന്നത്. അപ്പോൾ എക്സൈസ് വകുപ്പ് മന്ത്രി ഞാൻ പറയുന്നു, ഇവിടെ വിൽക്കണോ എന്നുള്ള തീരുമാനം കൃത്യമായി എന്തിന്റെ അടിസ്ഥാനത്തിലാണോ? അബ്കാരി പോളിസിയുടെ അടിസ്ഥാനത്തിലാവണം. അബ്കാരി പോളിസി ഇതുവരെ എന്ത് ചെയ്യപ്പെട്ടിട്ടില്ല, തീരുമാനിക്കപ്പെട്ടിട്ടില്ല. അതിന്റെ ചർച്ചകൾ, പ്രാഥമിക ചർച്ചകൾ എക്സൈസ് വകുപ്പ് തുടങ്ങുന്നു. UDF ഉൾപ്പെടെ ചർച്ച നടക്കും. അബ്കാരി പോളിസി വരുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ഇതിന് വിൽപ്പനാനുമതിയെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടതുള്ളൂ. ബാക്കിയൊക്കെ തന്നെ ഒരു ഫിനാൻഷ്യൽ തീരുമാനം എന്നതിനപ്പുറത്ത് വിൽക്കാനുള്ള ലൈസൻസ് അല്ല എന്നാണ് ഞാൻ വളരെ കൃത്യമായി പറയുന്നത്. വിൽക്കാനുള്ള ലൈസൻസ് അല്ല. അബ്കാരി പോളിസി വരാതെ എക്സൈസ് മന്ത്രി എന്ന നിലയിൽ എന്റെ മുമ്പിൽ ഇത് വിൽക്കാനുള്ള ഒരു അപേക്ഷ വന്നാൽ അത് ഡിനേ ചെയ്യുക എന്നുള്ളതാണ് സ്വാഭാവികമായും. അല്ലാതെ അബ്കാരി പോളിസി വന്നിട്ടില്ല. അബ്കാരി പോളിസി വന്നിട്ടേ പറ്റുകയുള്ളൂ എന്നാണ് CM പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ വ്യക്തമല്ലേ കാര്യങ്ങൾ? പിന്നെയും നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നതിൽ എന്താണ് അർത്ഥം?